ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ 2 സാരീസ് ആണ്. അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ. പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് കല്ലേലിമേട്ടിലെയും മണികണ്ഠൻ ചാലിലെയും പട്ടയ നടപടികൾക്ക് തുടക്കമായി. 800ഓളം കൈവശക്കാർക്ക് സമയബന്ധിതമായി പട്ടയം ലഭ്യമാക്കുവാനാണ് സർക്കാർ തീരുമാനം. പ്രദേശത്തെ സർവേ നടപടികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കുമെന്നും നടപടികൾ വേഗത്തിലാക്കുമെന്നും ആന്റണി ജോൺ MLA പറഞ്ഞു. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് കല്ലേലിമേട്ടിലെയും മണികണ്ഠൻ ചാലിലെയും പട്ടയ നടപടികൾക്ക് തുടക്കമായിരിക്കുന്നത്. 1983-84 കാലത്ത് നടത്തിയ റവന്യൂ വനം വകുപ്പ് സംയുക്ത പരിശോധനാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ഭൂമി കൈമാറി കിട്ടിയവർക്കും റവന്യൂ ഭൂമി കൈവശം വച്ചവർക്കുമാണ് ആദ്യഘട്ടത്തിൽ പട്ടയം അനുവദിക്കുന്നത്. കല്ലേലിമേട് മണികണ്ഠൻ ചാൽ പ്രദേശത്ത് 800ഓളം കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികൾക്കാണ് ഇപ്പോൾ തുടക്കമായിട്ടുള്ളതെന്ന് ആന്റണി ജോൺ MLA പറഞ്ഞു. 2021 ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലാണ് നമ്മൾ 2020 ഇതുപോലെ ഒരു ആലോചന യോഗം ഉൾപ്പെടെ നമ്മൾ കൂടിയിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു 16-ൽ സ്ഥാനാർത്ഥിയായി വരുന്നതും അതിന്റെ തുടർച്ചയിൽ ആദ്യ പ്രാവശ്യം MLA ആകുമ്പോഴും ഇവിടെ വിവിധ പരിപാടികൾക്കായി മേഖലയിൽ കടന്നു വരുമ്പോഴും ഒക്കെ അല്ലാതെ നിങ്ങൾ നേരിട്ടും ഒക്കെ കോതമംഗലത്ത് വെച്ച് നടന്ന ഘട്ടത്തിലുമൊക്കെ ഈ കല്ലേലിമേട് മണികണ്ഠൻ പ്രദേശങ്ങളിലെ പട്ടയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എപ്പോഴും വളരെ കൃത്യതയോടുകൂടി അന്വേഷിക്കുന്നവരാണ് പ്രിയപ്പെട്ട നിങ്ങളെല്ലാം. പതിറ്റാണ്ടുകളായി ഈ പ്രദേശത്ത് കുടിയേറി പാർക്കുന്നവരാണ്. കർഷകരും സാധാരണക്കാരുമായ ജനങ്ങൾ തന്നെയാണ്. 1993 വനഭൂമി കയ്യേറ്റം ക്രമീകരിക്കൽ ചട്ടപ്രകാരം 4 ഏക്കർ വരെയുള്ള ഭൂമിക്കാണ് പട്ടയം നൽകുക. ശേഷിക്കുന്നവർക്കും ബാക്കിയുള്ള ഭൂമിക്കും തുടർന്ന് 1964 ഭൂമി പതിവ് ചട്ടപ്രകാരം പട്ടയം അനുവദിക്കും. പട്ടയ നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി കല്ലേലിമേട്ടിലും മണികണ്ഠൻ ചാലിലും ചേർന്ന ജനകീയ സദസ്സുകൾ ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK ഗോപി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗോപി ബദറൻ, ഡെയ്സി ജോയ്, ബിനേഷ് നാരായണൻ, സ്പെഷ്യൽ തഹസീൽദാർ സജിമോൻ മാത്യു, മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ EK ശിവൻ, MR നടരാജൻ എന്നിവർ പങ്കെടുത്തു. ഓണം വരുന്നേ! ഈ ഓണത്തിന് പാം ടൈൽസ് പാർക്കിൽ ഓഫറുകളുടെ മഹാത്ഭുതം. പാം ടൈൽസ് പാർക്ക്, പായിപ്ര റോഡ്, ചെറുവട്ടൂർ ആൻഡ് ബൈപ്പാസ് റോഡ്, കോതമംഗലം.